കേട്ടവര് 3 മണിക്കൂറാ എന്നാ പറഞ്ഞ ജിസ്സയ്ക്ക് എന്താ തോന്നി? ഒരു കാരണവശാൽ ലാഗ് അടിക്കില്ല. കാരണം ലാഗ് അടിക്കാനുള്ള സ്പേസ് ഇല്ല. വെല്ലുവിളികൾ, ഫൈറ്റ്, ഫഹദ് ഫാസിൽ, രേഷ്മിക മന്ദാന, ഐറ്റം നമ്പർ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ബോറടിക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഷൈൻ പറയുന്നതിന് തിരിച്ച് സൗബിൻ പറയുന്ന മറുപടി, ഡാ അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും പറയലടാ നീ. ഈ ഡയലോഗ് നമുക്ക് പണ്ടത്തെ സിനിമയിൽ പറയാൻ പറ്റില്ല. നമ്മുടെ അമ്മ അടുത്തു കൂടെ പോയപ്പോ അമൃതാഞ്ചത്തിന്റെ പറയില്ല, അമൃതാഞ്ചന്റെ മണമായിരുന്നടാ. ഒരു 15 മിനിറ്റോ 16 മിനിറ്റോ ഉള്ള ഒരു ഇടിയുണ്ട് ക്ലൈമാക്സിൽ. ആ ഇടി ഞാനിങ്ങനെ കണ്ട് കോരിത്തരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു തവണ കൂടി ഇടാവോ എന്ന് ചോദിച്ചു, കാണാൻ വേണ്ടി. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു എനിക്ക് ക്ലൈമാക്സ്. അത് മതിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ കാണുന്നത് എന്തറിയോ, ഈ ഫഹദും പുള്ളിയും കൂടി ഒരു തീയൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് യുദ്ധം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് പച്ച കളറിൽ ക്രോമ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? മരം സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു, ഒരു പാറപ്പുറം അത് സെറ്റ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഇത് എങ്ങനെയായിരിക്കും വരാൻ പോണിന്റെ ചുറ്റുപാടും എന്തായിരിക്കും. പുഷ്പ താഴത്തില്ല, അതിൽ സംശയം ഉണ്ടായിരുന്നോ ജിസ്സയ്ക്ക്? ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അല്ലു ഉറപ്പായിട്ടും ഇനി മറ്റ് 1-2 സിനിമകൾ ചെയ്തിട്ട് ഇതിലേക്ക് വരണം, പുഷ്പ 3ലേക്ക് പോകണം. കാരണം അതല്ലെങ്കിൽ വീണ്ടും ഒരുപാട് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ പുഷ്പരാജ് അല്ലാത്ത അല്ലുവിനെ നമ്മൾ കാണണമല്ലോ. അല്ലും പുള്ളിയും കൂടിയിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇവർ രണ്ടുപേരുമാണല്ലോ. ആ സീനിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഈ നാണം കുണുങ്ങിയായിട്ടുള്ള ഈ ഫഹദാണോ ഈ അഭിനയിച്ചിരിക്കുന്നത്? അന്നത്തെ ഷാനുവിന് നമ്മൾ വേറൊരു ജന്മമാണ് ഇപ്പൊ ഇദ്ദേഹം ജീവിക്കുന്നത് തോന്നിപ്പോ. പുഷ്പ നാഷണൽ ആണെന്ന് കരുതിയോ? ഇന്റർനാഷണൽ. With RJ Rafi. അല്ലു അർജുന്റെ മല്ലു ശബ്ദം ഇസ് ബാക്ക്. വെൽക്കം ബാക്ക് ജിസ്ജായ്. ഹായ് റാഫി, നമസ്കാരം. പുഷ്പ 2 വൈൽഡ് ഫയർ ആണെന്നുണ്ടെങ്കിൽ ജിസ്ജായ് എന്താണ്? പുഷ്പ 2 ഞാൻ വേറൊരു ഫയർ, ഒരു ഫ്ലെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ ഫയറും അല്ല, വൈൽഡ് ഫയറും അല്ല, ജസ്റ്റ് എ ഫ്ലെയിം. ആ ഫ്ലെയിം ഇങ്ങനെ ആളിക്കത്തട്ടെ. പാർട്ടിയില്ലേ പുഷ്പ? പാർട്ടി കിട്ടിയോ പുഷ്പയുടെ പാർട്ടി കഴിഞ്ഞിട്ട്? അല്ല, പുഷ്പയുടെ പാർട്ടിക്ക് അവര് അന്ന് ഹയാത്തിൽ വന്നിരുന്നല്ലോ. അപ്പൊ എനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സൗദിയിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തു. പക്ഷെ അല്ലുവിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോ കുറച്ചു നേരം മുമ്പ് എനിക്ക് റസൂൽ പോക്കുട്ടിയുടെ അസോസിയേറ്റ് ഒരു മെസ്സേജ് അയച്ചു. ഞാനിപ്പോ അല്ലുവിന്റെ കൂടെയുണ്ട്, നിങ്ങളുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞുണ്ട്. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഹായ് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞിട്ടിരിക്കുകയാണ്. റിപ്ലൈ വന്നിട്ടില്ല. ഇല്ല, ജസ്റ്റ് ഒരു ഹായ് ഇങ്ങോട്ടും കിട്ടി, ഞാൻ അങ്ങോട്ടും കൊടുത്തു. ഓക്കെ. പുഷ്പയില് ഇത്തവണ കത്തിക്കേറാൻ പോകുന്ന ഡയലോഗ് ഏതാണ്? പുഷ്പ നാഷണൽ അല്ല ഇത്തവണ കുറെ ഉണ്ട്. ഇത്തവണത്തെ പഞ്ച് ഡയലോഗ്സ് കുറെ ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടത് പുഷ്പ നാഷണൽ അല്ലടാ, ഇന്റർനാഷണൽ. അതിനൊരു ഇങ്ങനൊരു പതുങ്ങിട്ട് ഇങ്ങനെ ഒരു കയറ്റം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ, അത് കൈന്നിട്ടതാണോ? അത് അല്ലു ആ സ്റ്റൈലിലാണ് പറയുന്നത്? അല്ലു ആ സ്റ്റൈലിലേ അല്ല. നമ്മളുടെ പല മോഡുലേഷൻസും ഇവിടത്തെ മോഡൽ അവിടെ അങ്ങനെ അല്ലല്ലോ, അതിന്റെ ട്യൂൺ അങ്ങനെ അല്ലല്ലോ. അപ്പോ അത് അങ്ങനെയാണ്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതിയോ? ഇന്റർനാഷണൽ. അതാണ് ഇന്റർനാഷണൽ കൊടുക്കുന്ന ആ ഒരു ജിസ്ജോയ്ക്ക്. പുഷ്പ 2 കണ്ടപ്പോ തോന്നിയ ഏറ്റവും വലിയ ജോയ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? കണ്ടപ്പോ, ഡബ് ചെയ്തപ്പോഴല്ല. ഓരോ സീനും നമ്മള് ഡബ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ശരിയാ റാഫി പറഞ്ഞു, ആ സീൻ മൊത്തമായിട്ട് ആദ്യം ഒന്ന് കാണും. ഇത്തവണ അല്ലു ഈ പറയുന്ന പണക്കാരനായിട്ടാണ് പടം തുടങ്ങുന്നത്. അതായത് പണം അയാൾക്ക് വേണമെങ്കിൽ ആ സ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങാവുന്ന അത്രയും പണമുണ്ട്. അത്രയും പണത്തിലാണ് പടം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതിൻ്റെതായ ഒരു സ്കെയിലപ്പ് ആ പടത്തിന് ഉടനീളം അതിന്റെ ഒരു പാട്ട് ആയിക്കോട്ടെ, അതിന്റെ ഒരു ഈ ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, അതിന്റെ കോമഡി ആയിക്കോട്ടെ, ഇമോഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും അവർ ആ സ്കെയിലപ്പ് പിടിച്ചിട്ടുണ്ട്. പണ്ട് പുഷ്പ 1 അല്ലു ഒരു സാധാരണ മരം വെട്ടുകാരൻ വന്ന് കഷ്ടപ്പെട്ട് മാരുതി ഒമ്നി മേടിക്കുന്നു എന്നൊക്കെ പറയുന്ന, ഇന്ന് ഇതിൽ തുടങ്ങുന്നത് തന്നെ അയാൾ ഫിൽത്തി റിച്ച് ആയിട്ടാണ്. അപ്പൊ ആ റിച്ച്നെസ് പടത്തിലുണ്ട്. പക്ഷെ ഫാമിലി കാണിച്ചിരിക്കുന്നത് മറ്റേ ഗ്രാമത്തിന്റെ നടുക്കുള്ള വീട്, ഗ്രാമവാസികളല്ല ഇയാളുടെ ആൾക്കാർ, ഇയാൾ കള്ളിമുണ്ട് കൊടുത്ത് നടക്കുന്നു എന്ന് പറയുന്ന ലെവലിലാണ്, മറ്റേ ലെവലല്ല. എനിക്ക് പടം കണ്ടപ്പോൾ ഒരു രാജാവിന്റെ മകൻ ഓർമ്മ വന്നു. ഇപ്പൊ നമ്മള് ലാൽ സാറിന്റെ
പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ നമ്മൾ ലാൽ സാറിനെ രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ എടുത്ത് കാണില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അല്ലുവിന്റെ പെർഫോമൻസ്. ഞാൻ സിനിമയെ കുറിച്ച് ഒരിക്കലും ഞാൻ ക്ലെയിം ചെയ്യില്ല കേട്ടോ, കാരണം അത് ഞാൻ ഈ സിനിമ എന്നല്ല ഒരു സിനിമയെ കുറിച്ചും, അത് നാട്ടുകാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇയാൾ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടോ, അമ്മാതിരി പെർഫോമൻസ് ഉണ്ട് ഇയാളുടെ. ആ പടം കണ്ടപ്പോൾ എന്റെ സന്തോഷം എന്ന് പറയുന്നത് അല്ലു ഒരുപാട് മെച്ചൂർഡായി, അല്ലു ഒരുപാട് ഗ്രോണപ്പ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാൻ 2007 മുതൽ അല്ലുവിനെ കാണുന്ന. ഞാൻ 2007 ആര്യ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അല്ലുവിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ആ ഇന്റർവ്യൂവില് നിങ്ങളുടെ ഫേവറേറ്റ് തിങ് എന്താന്ന് ചോദിച്ചപ്പോ ചോക്ലേറ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. മനസ്സിലായി, ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന പ്രായത്തിൽ നിന്ന് പുള്ളി നാഷണൽ അവാർഡ് ആ സ്റ്റേറ്റിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചു. എനിക്ക് തോന്നിയ ഒരു കാര്യം, പുള്ളിയുടെ താളം മൊത്തത്തിൽ മാറ്റി. ആ പേസില് ഭയങ്കര സ്പീഡ് അത് കട്ട് ചെയ്തിട്ട് ഭയങ്കര മോനെ ദിനേശ ആ ലൈനിലേക്ക് മാറി. അത് ഭയങ്കര സുഖമാണ് ഡബ് ചെയ്യാൻ. കാരണം മറ്റേത് ഭയങ്കര സ്പീഡല്ലേ, 140 കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കല്ലേ, ഇതൊരു 60 കിലോമീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ സ്പീഡിൽ ഇങ്ങനെ തെലുഗു ഡയലോഗ്സ് പറയുമ്പോൾ മലയാളം അതിനനുസരിച്ച് പിടിക്കുന്ന കുറച്ചുകൂടെ നമുക്ക് നന്നാക്കാൻ പറ്റും. അങ്ങനെ ഈ സ്പീഡ് കുറയുമ്പോഴേ സ്പീഡിലെ ഡയലോഗ് പറഞ്ഞ പറയുന്നത് നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ മനസ്സിലാവും. ഇല്ല, പണ്ടത്തെ ഡയലോഗ് ഇതില്ലേ, ഇപ്പൊ ടിപ്പിക്കൽ അലുവിനെ കുറിച്ച്, മധുമതി ഐ ലവ് യു, അപ്പൊ അവള് ഐ ഹേറ്റ് യു, എന്ത് മധുമതി എന്നെ ഹേറ്റ് ചെയ്യുന്നു, വിച്ച് മീൻസ് മധുമതിയുടെ ഉള്ളിൽ ഞാനുണ്ടെന്നല്ലേ അതിനർത്ഥം. ഈ സാധനം ഉണ്ടല്ലോ, ആ സ്പീഡ് ആവശ്യമില്ല. നേരെ മറിച്ചിപ്പോ മധുമതി ഐ ലവ് യു, മധുമതി എന്നെ ഹേറ്റ് ചെയ്യുന്നു, എന്നെ ഹേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്നല്ലേ അതിനർത്ഥം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം സിനിമ കാണുന്ന മലയാളികളിൽ ഒരാള് ജിസ്റ്റോയാണ്. പുഷ്പ 2 കണ്ട ആളാണ്. എന്തിന് നമ്മൾ പുഷ്പയ്ക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് ചോദിച്ചാൽ, ഒന്ന് വലിയ സ്കെയിലിലുള്ള ഒരു സിനിമ, വമ്പൻ മാസ് പടം, സ്റ്റണ്ട്, അതുപോലത്തെ ഗംഭീര കൊറിയോഗ്രാഫി. അത് ഒരു പാട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കൊറിയോഗ്രാഫി ഒരു രക്ഷയില്ലാത്ത അമ്മാതിരി ചെയ്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഷോട്ട് ഇങ്ങനെ വെച്ചാൽ ഓരോ ഷോട്ടിലും 500 പേര് മിനിമം ഉണ്ട്, മിനിമം. അതിപ്പോ എക്സ്റ്റീരിയർ അല്ല, വീടിന്റെ അകം കാണിച്ചാൽ പോലും അവിടെയുണ്ട് ആൾക്കാർ. അങ്ങനെയാണ് ഇവര് സ്പെൻഡ്. ചില പടങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കാണാനുണ്ടാവില്ല, സ്പെൻഡ് ചെയ്യുന്നത് കാണാനുണ്ട് ഈ പടത്തില്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും നമ്മളെ ഡബ് ചെയ്യിക്കാനായിട്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്താൽ പോലും അവർ ആ സിസ്റ്റത്തിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കും, എന്റെ കയ്യിൽ പിടിക്കും. അല്ല, അത്രയും പോലും അവര് സ്റ്റുഡിയോനകത്ത് ഹാർഡ് ഡിസ്ക് അവരില്ലാതെ വെക്കില്ല. സേഫ്റ്റി ഹാർഡ് ഡിസ്ക് അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. വർക്ക് ഡബിങ് എന്ന് പറഞ്ഞാൽ മാത്രം അത് കണക്ട് ചെയ്യും, ആ ബ്രേക്കർ അത് വീണ്ടും എടുത്ത് കയ്യിൽ വെക്കും. അത്ര കണ്ടന്റ് പുറത്തു പോവാതെ നോക്കിയിട്ടേ. അപ്പോൾ അങ്ങനെയാണ് അവരെന്നെ കൊണ്ടു നടക്കുന്നത്. അപ്പം എന്തിനു കാണണം എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. ഈ ആൾക്കാർ ഞാൻ പറയട്ടെ, ഇപ്പം ഞാനങ്ങനെ വലിയ ഫൈറ്റ് സീക്വൻസിന്റെ ഭയങ്കര ആക്ഷൻ സീക്വൻസിന്റെ ഒട്ടും ആരാധകനല്ല. പക്ഷേ ഒരു 15 മിനിറ്റോ 16 മിനിറ്റോ ഉള്ള ഒരു ഇടിയുണ്ട് ക്ലൈമാക്സിൽ. ആ ഇടി ഞാനിങ്ങനെ കണ്ട് കോരിത്തെരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു തവണ കൂടി ഇടാവോ എന്ന് ചോദിച്ചു, കാണാൻ വേണ്ടി. കാരണം അത്ര ഇമ്പാക്ട് ആയിരുന്നു, രക്ഷയില്ലാത്ത ആക്ഷനാണ്. ആസ് എ ഡയറക്ടർ ഒരു ആവേശം തോന്നിയല്ല. ആസ് എ ഡയറക്ടർ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഷൂട്ട് ചെയ്തെന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇതിൽ പലതും CG ഗ്രാഫിക്സ് കഴിയാത്തതാണല്ലോ ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് എന്റെ ടെക്നിക്കാലിറ്റീസ് കാണാം, ലിറ്ററലി കാണാം നമുക്ക്. ഭയങ്കര രസമായിട്ടുണ്ട് ഫൈറ്റ്, ഒരു രക്ഷയില്ല. അത് ഞാൻ അന്ന് അല്ലുവിന്റെ മാനേജർ സിനിമ കഴിഞ്ഞപ്പോൾ, ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് അല്ലു ചോദിക്കാൻ പറഞ്ഞു, വാട്ട് ഈസ് യുവർ കമന്റ് ഓൺ പുഷ്പ 2, എന്ത് തോന്നി എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു, സത്യസന്ധമായിട്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും ചോദിച്ചു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴും ചോദിച്ചു. പുഷ്പ 1 ചോദിച്ചു. പുഷ്പ 1ന്റെ കമന്റ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിട്ടുണ്ട്, പാട്ടുകളും തമാശയും ഒക്കെ രസമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞപ്പോ ഈ അല്ലു പറയാതെ തന്നെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും എൻ്റെ ഒരു കമന്റ് ആയിട്ട് എടുക്കരുത്, എനിക്ക് ക്ലൈമാക്സ് അങ്ങനെ അത് മതിയോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് മതിയാവോ? കാരണം അപ്പൊ കാരണം ഞാൻ കാണുന്നത് എന്തറിയോ, ഈ ഫഹദും പുള്ളിയും കൂടെ ഒരു തീയൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് യുദ്ധം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് പച്ച കളറിൽ ക്രോമ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? മരം സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു, ഒരു പാറപ്പുറം അത് സെറ്റ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഇത് എങ്ങനെയായിരിക്കും വരാൻ പോണതിന്റെ ചുറ്റുപാടും എന്തായിരിക്കും. പക്ഷെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വമ്പൻ പരിപാടിയായി പോയി. അപ്പോൾ ഇതിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, പലരും ഞാൻ എങ്ങനെ പറഞ്ഞു, അല്ലു വാങ്ങിക്കുന്ന റെമ്യൂണറേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന നടൻ ആ ലെവലില്. പക്ഷേ
റെമ്യൂണറേഷൻ അവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം ഒരു പടത്തിനെടുക്കുന്ന എഫോർട്ടില്ലേ, അത് പാട്ടായാലും ഡാൻസ് ആയാലും എടുക്കുന്ന ഒരു എഫോർട്ട് ചില്ലറ എഫോർട്ട് നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ പറയില്ല, ഇപ്പൊ പയറ്റി തെളിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ചെറുപ്പം മുതലേ അത് ശീലിച്ച് 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 നിങ്ങൾ ഒരു ദിവസം തെളിഞ്ഞ ഒരാളായിട്ട് മാറുന്നു. ഒരു ദിവസം രാവിലെ വന്നിട്ട് നമുക്ക് തെളിഞ്ഞ ആളാവാൻ പറ്റില്ല. അതിനൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇദ്ദേഹം ആ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു വന്നിട്ടുണ്ടെന്ന് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സെക്കൻഡിന് കൊടുത്ത കമന്റ് എന്താ? അല്ല, ഇത് ഞാൻ സെക്കൻഡ് കൊടുത്ത കമന്റാ. ഇത് നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ റെമ്യൂണറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെടുക്കുന്ന എഫേർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു സംഭവമേ അല്ല എന്ന് പറഞ്ഞു. അത്രയും പടത്തിന്റെ ഒരു കമന്റ് ആയിട്ട് പറഞ്ഞില്ല. ആ പടത്തിന്റെ കമന്റ് ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഒരു 3 ഇരട്ടി മാസമാണ് കഴിഞ്ഞ പുഷ്പ 1-നേക്കാൾ. പുഷ്പ 1-ൽ അല്പം തമാശ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ തമാശയല്ല, അതിനും കൂടെ വേണ്ടി മാസാണ്. ഒന്നാമത്തെ കാര്യം, അതിന് തമാശയ്ക്ക് വലിയ സ്കോപ്പില്ല ഈ വേർഷനിൽ. കുറെ കൂടെ ഫാമിലിയാണ്, കുറെ കൂടെ ഇമോഷണലാണ്. ക്ലൈമാക്സിൽ വലിയ വീരവാദങ്ങളൊന്നുമില്ല, വീരവാദങ്ങളില്ലാതെ പിടിച്ചിരിക്കുകയാണ്. വാര ഗഡ്സ് വേണം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് അങ്ങനെ ക്ലൈമാക്സ് വെക്കാനായിട്ട്. കോമൺ മാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പടം ഡബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പരിപാടി? ആദ്യം നമ്മൾ പടം ഫുള്ള് ഇരുന്ന് കാണുമോ, ഇത് മനസ്സിലാക്കുമോ? കാരണം ഹാഫ് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിസിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അത് ഡബ് ചെയ്യാൻ പോണ സീൻ മാത്രം ഇട്ട് തന്നിട്ട് അങ്ങനെ ചെയ്തു പോവാണ്. ഞാൻ സാധാരണ ചെയ്യുന്നത്, ഡബിംഗ് തിയേറ്ററിൽ കയറിയിട്ട് ഇപ്പോൾ അല്ലുവിന് വേണ്ടിയിട്ട് കഥാപാത്രത്തിന്റെ സ്വഭാവം ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. പുഷ്പയുടെ ക്യാരക്ടർ എന്താ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് മൊത്തം ആദ്യത്തെ ഒരു റീലൊന്ന് കാണും. അത് എന്താണ് ഇതിന്റെ പേസ് എന്നുള്ളത് മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റാഫി പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ 25 മിനിറ്റുള്ള അല്ലെങ്കിൽ 30 മിനിറ്റുള്ള റീലുകളായിട്ടാണ് സിനിമയെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന 3.5 മണിക്കൂറിനെ ചില റീൽസ് 20 മിനിറ്റ് ആയിരിക്കും, ചിലത് 30 മിനിറ്റ് ആയിരിക്കും, ചിലത് 25 മിനിറ്റ് ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്റർവെൽ വരെ 4 റീലാന്ന് വെച്ചോളൂ. ഞാൻ 2ാമത്തെ റീലിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഞാൻ ഒരിക്കലും ഫസ്റ്റ് റീലിൽ നിന്ന് തുടങ്ങില്ല. അതങ്ങനെയാ, പണ്ട് മുതൽ അങ്ങനെയാണ്. ആ 2ാമത്തെ റീല് മുതൽ ചെയ്തു തുടങ്ങി ഇന്റർവെൽ വരെ എത്തിയിട്ട് തിരിച്ച് 1ാമത്തെ റീലിലേക്ക് വരും. എന്തെങ്കിലും കാരണമുണ്ടോ? അതിന്റെ കാരണം നമ്മള് എന്താ പറയുക, ആദ്യത്തെ സീൻ തന്നെ നമ്മൾ കയറി ഡബ് ചെയ്യുമ്പോൾ ശബ്ദം കുറെ കൂടെ വലുതായിരിക്കും. ശബ്ദത്തിന് ആ കഥാപാത്രത്തിന് ആവശ്യമുള്ള എനർജിയേക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെ ഇട്ട് പോകും. ബിക്കോസ് നമ്മൾ ഫ്രഷ് ആയിരിക്കും. അതാണ് എന്റെ പച്ചയായ അർത്ഥം. രാവിലെ 9 മണിക്ക് ഡബിങ്ങിന് ചെല്ലുമ്പോൾ നമ്മൾ ഫ്രഷാ. എന്ന് പറയുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിന് ആവശ്യമുള്ളത് 10 ആണെങ്കിൽ നമ്മൾ 20 ഇട്ടിട്ട് ചെയ്തു തുടങ്ങും. അപ്പൊ അത്രയും വേണ്ടി വരില്ല. അത്രയും വേണ്ട ശരിക്കും. നമ്മൾ നേരെ മറിച്ച് 2ാമത്തെ റീലിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചോളൂ. അപ്പോഴും നമ്മൾ ഓവർഡുവാ ചെയ്യുന്നത്. അറിയില്ല. കാരണം എന്താ, നമ്മൾ 1ാമത്തെ റീലില് തിരിച്ചു വന്നിട്ട് താഴെ എക്സാക്ട്ലി ദാറ്റ് ഈസ് ഓൺലി റീസൺ. ഇതൊരു പുതിയ അറിവല്ലേ ഇത്? അല്ല, എന്റെ സ്വന്തം ഐഡിയ അല്ല. എനിക്ക് തോന്നുന്നു ആരോ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഐഡിയ ആണ്. ഡബിംഗ് തിയേറ്ററിൽ സിനിമ പഠിപ്പിച്ച ആരോ പറഞ്ഞു തന്നിരിക്കുന്നതാണ്, ഡബിംഗ് ആർട്ടിസ്റ്റുകൾ ആരോ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതുപോലത്തെ കുറെ തലവന്മാരുണ്ട്. നമുക്ക് ഒരുപാട് നിലവിലെ തലവൻ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ. കാരണം ഇങ്ങനെ റീൽസ് എടുത്താണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫുൾ കഥ അറിഞ്ഞിട്ടാ അല്ലേ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഫുൾ കഥ അറിയാറില്ല. ഒരു സീൻ ഒരു റീല് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ റീല് മൊത്തമായിട്ട് ഇരുന്ന് കാണും. ഈ റീലിൽ എന്താണ് പറയാൻ പോണെന്നുള്ളതുണ്ടാവും. അപ്പം റാഫി ചോദിച്ചതിന് എനിക്ക് ഉത്തരം ഇത് മനസ്സിലായി. അതായത് നമ്മൾ മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതായിരുന്നു കഥ, അപ്പൊ 2ാമത്തെ റീലിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടിരുന്നത്. അപ്പൊ തിരിച്ചു വന്നിട്ട് അത് കറക്റ്റ് ചെയ്യും. അങ്ങനെയുണ്ട്. ഇത്തവണ ഞാനിവിടെ ഇവരെന്നെ പടത്തിന് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ നടക്കാണ്ടായപ്പോ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നവംബർ ഇത്രാം തീയതി സൗദി അറേബ്യയിലേക്ക് പോകും. 15 ദിവസത്തെ ഒരു ഷൂട്ട് അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. സൗദി അറേബ്യയിൽ ദൈവം സഹായിച്ച് വേറെ സ്റ്റുഡിയോയും ഇല്ല റെക്കോർഡിംഗ്. ഇനിയിപ്പോ ചെയ്തു തരാമെന്ന് വെച്ചാൽ പോലും ഇവര് കൊടുത്തുവിടില്ലല്ലോ, കണ്ടന്റ് കൊടുത്തുവിടില്ല. ലാസ്റ്റ് നിങ്ങൾ എന്നെ പഴി ചാരരുത്, ഞാൻ തിരിച്ചു വരുന്നത് സിനിമ റിലീസിന്റെ 2 ദിവസം മുൻപാണ്, അതായത് ഇന്ന് പുലർച്ചെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ആ സമയത്ത് എന്നെ വിളിച്ചാൽ എന്നെ കിട്ടില്ല, എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ പ്രഷർ എന്റെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി ഈ സിനിമ ഡബിങ് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഇവർ എന്റെ റെക്കോർഡിംഗ് വെച്ചു. അപ്പൊ 10 ദിവസം കൊണ്ടാണ് ഞാൻ ഡബ് ചെയ്തത്. 3 hours വെച്ചിട്ട് 3 മണിക്കൂറിൽ കൂടി ചെയ്തിട്ടില്ല. 3 hours വെച്ച് 10 ദിവസം 12 ദിവസം മറ്റും എടുത്തു. കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ സൗദി പോയി ലാൻഡ് ചെയ്ത് ഞാൻ രാവിലെ ഉറക്കം ഉണരുന്നത് മെസ്സേജിലാണ്.
അതെ, ദേവിശ്രീ പ്രസാദ് പറഞ്ഞു ഒരു പാട്ട് അല്ലു ഇവിടെ പാടിയപ്പോൾ നല്ല രസമുണ്ട്, അപ്പൊ നിങ്ങളും കൂടെ അത് പാടണം. സീനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് തന്നെയാണ്, അതൊരു പാട്ടായിട്ട് അല്ലു പാടിയിട്ടുണ്ട്, അതൊന്ന് പാടണം. പാട്ട് പാടിയിട്ടുണ്ട്. അല്ല, പാട്ടെന്ന് വെച്ചാൽ മറ്റേ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലത്തെ പാട്ട്, പക്ഷെ പാടണ്ടേ. ട്രെയിലറിലില്ല, വരാൻ പോകുന്നുള്ളൂ. എനിക്കോട് സിനിമയിലെ സീനിൽ അങ്ങനെ ഒരു സീൻ പാട്ട് പോലെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന മറ്റുമാണ്. കത്തിക്കേറോ ഈ പാട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മൈക്ക് പോയി മേടിച്ചു. അവിടെ സൗദി അറേബ്യ പോയിട്ട് ഒരു മൈക്ക് മേടിച്ചിട്ട് ആ മൈക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അയച്ചു കൊടുത്തു. 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ശരിക്കും പാർട്ട് 2 വരുന്നത്. അപ്പൊ ഇത്രയും വെയിറ്റിംഗിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട് പുഷ്പയ്ക്ക്. ഓൾറെഡി പ്രീ റിലീസ് 1000 കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് സിനിമയാണ് പുഷ്പ 2. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും ലെങ്തി സിനിമയാണ് പുഷ്പ 2 എന്ന് കേൾക്കുന്നത്. ഞങ്ങൾ പുഷ്പ 2വിനെ പറ്റി അല്ലുവിന്റെ മല്ലു ശബ്ദമായ ജിസ്റ്റോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും റാഫി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ലെങ്ത്തിന്റെ കാര്യമാണ്. ഇപ്പൊ മടം 3.25 മണിക്കൂറോ 3.5 മണിക്കൂറോ മറ്റോ ഉണ്ട്. എപ്പോഴും ഈ പടത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോസിന്റെ എണ്ണം കുറയും. അങ്ങനെയാണല്ലോ. ഇപ്പൊ 2 മണിക്കൂർ പടം നമുക്കാണെങ്കിൽ 5 പ്രാവശ്യം ഇടാൻ പറ്റും ഒരു ദിവസം ഒരു തിയേറ്ററിൽ. 3.5 മണിക്കൂർ പടം ആകുമ്പോൾ അത് 4 ഷോ ആയിട്ട് അപ്പൊ തന്നെ കുറയും അല്ലേ. അങ്ങനത്തെ ടെക്നിക്കാലിറ്റീസ് ഡയറക്ടർ ഞാനിതൊക്കെ ആലോചിക്കും. ഇവര് ആദ്യമേ തന്നെ ഡ്യൂറേഷൻ പറയുമ്പോൾ തന്നെ. പക്ഷെ ചില പടങ്ങൾ 3.5 മണിക്കൂറൊക്കെ നമുക്ക് വലിയല്ലോ. പക്ഷെ ഇതങ്ങനെ വലിയാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 200 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3.5 മണിക്കൂർ. 3.5 മണിക്കൂറുണ്ട്. കറക്റ്റ്. 3.5 മണിക്കൂർ പടം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പം കേട്ടവര് 3 മണിക്കൂറാ എന്നാ പറഞ്ഞത്. എന്താ തോന്നിയത്? എനിക്കല്ല, അങ്ങനെ ലാഗ് അടിക്കില്ല ഈ പടം. ഒരു കാരണവശാൽ ലാഗ് അടിക്കില്ല. കാരണം ലാഗ് അടിക്കാനുള്ള സ്പേസ് ഇല്ല. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പാട്ട് ഇടി സീൻസ്, ഇമോഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡയലോഗ് അടികള്, വെല്ലുവിളികള്, ഫൈറ്റ്, ഫഹദ് ഫാസിൽ, രേഷ്മിക മന്ദാന, ഐറ്റം നമ്പർ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ബോറടിക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടില്ല. 3.5 മണിക്കൂർ നമ്മൾ ഇരിക്കും. എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സ് 3.5 മണിക്കൂർ എഡിറ്റഡ് ഫുട്ടേജ് ആണെങ്കിൽ ശരിക്കും അത്ര ആയിരുന്നിരിക്കും എന്റെ ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ചു. അല്ലെ, എടുത്തത് വിട്. ഒരു 5 മണിക്കൂറെങ്കിലും കണ്ടന്റ് ആയിരിക്കുമല്ലോ അവർ കട്ട് ചെയ്ത് 3.5 മണിക്കൂർ ആക്കിയത്. എത്രയോ സീൻസ് പോയിട്ടുണ്ടാവും. നമ്മൾ റൂമേഴ്സ് കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. പടം ആദ്യം കുറച്ചെടുത്തു, പിന്നെ അതിൽ തർക്കങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിഫറൻസുകൾ ഉണ്ടായി, പിന്നെ റീഷൂട്ട് ചെയ്തു. എഴുത്ത് ഇതിനെപ്പറ്റി ജിസ്റ്റോയി കേട്ടേക്കുന്ന റൂമേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് സോളിഡ് റൂമേഴ്സ് ആയിരിക്കുമല്ലോ. അല്ല, സോളിഡ് അല്ല. എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഇവര് ഈ പുഷ്പ 1ന്റെ വിജയം ഇവരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇത് ഷോൾഡർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. KGF ഇറങ്ങിയപ്പോ കുറെ കൂടി ഇതായിട്ടുണ്ട്. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ കുറെ കൂടി ആയി. അതായത് ഒരു ചെറിയ പുഷ്പയ്ക്ക് ഇവർക്ക് യാതൊരു അവകാശവാദങ്ങളും ഇല്ലായിരുന്നു പുഷ്പ 1-ന്. ഇപ്പൊ അവർക്ക് നമ്മുടെ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഗതി മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ഷോൾഡർ ചെയ്യേണ്ടി വന്നു. ഞാനിപ്പോ പ്രൊഡ്യൂസറോട് ഫസ്റ്റ് ഡേ ടിക്കറ്റ് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ എത്ര മണിയുടെ ഷോ ആണെന്ന് കറക്റ്റായിട്ട് പറയാമെങ്കിൽ തരാം. അങ്ങ് ആ ലെവലൊക്കെ ആയി. അതായത് കാരണം ഫുള്ളായി. 4 മണിയുടെ ഷോ ഒക്കെ നോക്കി, എല്ലാ 4 മണിയുടെ ഷോയും വെളുപ്പിന് 4 മണിയുടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇവിടെ 10 വർഷം മുമ്പ് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു തെലുങ്ക് പടം ഇവിടെ വന്ന് മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് 4 മണി പുലർച്ചെ ഷോ ഇവിടെ ഹൗസ്ഫുള്ളാണ്, ഓൾ കേരള. എത്ര തിയേറ്റേഴ്സിൽ, ചില്ലറ തിയേറ്ററുകളിലല്ലോ റിലീസ് അയക്കുന്നത്. പുഷ്പ താഴത്തില്ല. അതിൽ സംശയം ഉണ്ടായിരുന്നോ ജിസ്റ്റോയ്ക്ക്? ഉണ്ടായിരുന്നു. ഇതിൽ പോലും ഇപ്പൊ ഈ പടത്തിലും പുഷ്പ 2-ലും ഏതോ ഒരു നിർണായക സമയത്ത് ഈ പല സ്ഥലത്തും പറയുന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് താഴത്തില്ല എന്ന് പറഞ്ഞപ്പോ ഞാനത് നിർബന്ധം പിടിച്ചു. ഇവിടെ ഞാൻ തഗ്ഗതല എന്ന് പറഞ്ഞോട്ടെ, തെലുങ്കില്. അപ്പൊ നമ്മുടെ ഈ മലയാളി റെക്കോർഡിസ്റ്റും റൈറ്ററും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും പറഞ്ഞു ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ വേണം. ബാക്കി എല്ലായിടത്തും താഴത്തില്ല തന്നെയാണ്. ഒരു സ്ഥലത്ത് എനിക്ക് അങ്ങനെ തോന്നി, അവിടെ അത് താഴത്തില്ലെന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചിലപ്പോൾ ആയില്ലെങ്കിലോ. തഗ്ഗതലെ എന്ന് പറഞ്ഞപ്പം ഇവരെല്ലാം കൺവിൻസ്ഡ് ആയിരുന്നു. ഈ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി സുകുമാർ സാറിന്റെ അസിസ്റ്റന്റ് ആണല്ലോ, ഹൈദരാബാദിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തോ സമ്മതിക്കുന്നില്ല. പുള്ളി പറഞ്ഞു നോ സാർ യു ഷുഡ് മലയാളത്തിൽ തന്നെ പറയണം പ്ലീസ്. അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, എന്റെ ഒരു സമാധാനത്തിന് നിങ്ങൾ എടുത്തു വെച്ചോളൂ, ഫൈനൽ മിക്സിങ്ങിന്റെ സമയത്ത് ഒന്ന് ഏതാന്ന് വെച്ച് നോക്കിയിട്ട് നല്ല നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നതല്ല, അവൻ പറഞ്ഞു തന്നെ ആയിരിക്കും. അവരൊക്കെ ഇത് പറഞ്ഞ് ഇങ്ങനെ ഈ കൊയിൻ തട്ടുന്ന പോലെ ടിക്ക് തട്ടിക്കളഞ്ഞിട്ടുണ്ടോ, നമുക്ക് വേണ്ടി എടുത്തു വെക്കുന്നതൊക്കെ. അപ്പം ഈ വാക്കിന്റെ അർത്ഥം തെലുങ്ക് തഗ്ഗതില താഴത്തില്ല തന്നെയാണ്. അർത്ഥം അത് തന്നെയാണ്, ഒരു സംശയമില്ല. താന്ന് കൊടുക്കില്ലടാ, ഇതാണ്. എനിക്ക് തോന്നുന്നു ഇന്റർവൽ പഞ്ച് മറ്റുമാണ് ഞാനാ പറഞ്ഞത് കേട്ടോ. അങ്ങനെ
മാറ്റട്ടെ എന്ന് പറഞ്ഞത്. നമ്മൾ കയ്യിൽ നിന്ന് മലയാളം ഡയലോഗ്സ് ആഡ് ചെയ്യോ ഇതിനു പുഷ്പയ്ക്കല്ലെങ്കിലും? പിന്നെ തെലുങ്ക് ഇഷ്ടം പോലെ പ്രത്യേകിച്ച് ഈ വെർഷനകത്ത് റിട്ടൺ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. അതെനിക്ക് സന്തോഷമായിരുന്നു. ഈ പുഷ്പ 2 ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റിട്ടൺ എഴുതിയ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. പകരം ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ആണ്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലില്ല. അപ്പൊ നമ്മൾ ഓരോന്നും സമയത്തും ആലോചിക്കണം. ഓരോ സീനും ഇംഗ്ലീഷിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് അത് വായിച്ചിട്ട് ആ കണ്ടന്റിന്റെ മലയാള വേർഷൻ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ എങ്ങനെയാണോ അങ്ങനെ പറയാം. അത് ആലോചിച്ച് നമ്മൾ എഴുതി പറയണം. എഴുതണ്ട, എഴുതിയ പറഞ്ഞു നോക്കിയാൽ മതി. ശരിയാണ്, ഒരു ഇച്ചിരി സമയം, ഒരു 100 മണിക്കൂർ വേണ്ടത് 150 മണിക്കൂർ ആവും. പറഞ്ഞു നോക്കിയിട്ട് വേണമല്ലോ. പക്ഷെ അതിന്റെ ഗുണം കുറെ കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. കുറെ കൂടെ നമ്മൾ ആലോചിച്ച് അപ്പൊ തോന്നുന്ന ഒരു സംഗതിയാണ്. കഥ കണ്ടുവരിക നമ്മള്. അപ്പൊ പറയുന്നത് കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവും. അപ്പൊ പുഷ്പ 2 മലയാളം ഡയലോഗ്സ് ഫുള്ള് ജിസിന്റെ ആണ്. ഞാൻ മാത്രമല്ല, ഡയലോഗ് റൈറ്റർ അവിടെ ഉണ്ട്. സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പറയൂ, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യവശാൽ ഈ കഴിഞ്ഞ 20 പടമായിട്ട് വർക്ക് ചെയ്യുന്ന സെയിം ടീം ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവർ വന്നിട്ടുണ്ട്. എന്ത് തോന്നിയാലും ഓക്കെ, നമ്മളടുത്ത് വാശി പിടിച്ചത് മാറ്റാനൊന്നും പറയാറില്ല. മലയാളത്തിൽ ഡയലോഗ് എഴുതാൻ ആളുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. ഫസ്റ്റ് പടം മുതലുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും എഴുതുന്നത്. പാട്ടെഴുത്തുകാരൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ സതീഷ് മുതുകുളം എന്ന് പറഞ്ഞ ആള് ഒരിക്കലും മാറിയിട്ടില്ല. 200-ലധികം ഡബിംഗ് പടങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ ഫീലിങ്സ് എന്ന് പറയുന്ന പാട്ട് തന്നില്ലേ, ആ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സീനുണ്ട്. ആ സീനകത്തൊക്കെ ഇഷ്ടം പോലെ കൈനിട്ടേണ്ട കളിയായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് സിനിമയിലെ മെയിൻ ആക്ടറിന്റെ, ലീഡ് ആക്ടറിന്റെ, അല്ലു അർജുന്റെ മല്ലു ശബ്ദം ആയ ജിസ്റ്റോയ് എക്സ്പെൻസീവ് ആണ് അങ്ങനെയാണെങ്കിൽ? നമ്മൾ ഇവർ ഈ പറയുന്ന 500-600 കോടിയുടെ പടം ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ അവർ എങ്ങനെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത്? സിനിമയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് വെറുതെ ടീ തന്നായിട്ട് അവർ കണക്കാക്കുള്ളൂ. വണ്ടിക്കൂലി കൊടുത്തേക്ക് ആ പയ്യൻ എന്നായിരിക്കും അവർ കണക്കാക്കുന്നത്. ടീ എത്രയാണ്? അല്ലു അർജുൻ 80 കോടി വാങ്ങി കേൾക്കുന്നു. ജിസ്റ്റോയ്ക്ക് എത്ര കോടിയാണ്? നിങ്ങൾ അത്രയും തന്നെ പറഞ്ഞോന്നേ, ചുമ്മാ പറയുമ്പോ കുറെ കൂട്ടി പറഞ്ഞോ. പണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്, വീണ്ടും ഒരു രസത്തിന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. വെറുതെ രസത്തിന് അല്ലു അർജുന്റെ മല്ലു ശബ്ദമായിട്ട് ജിസ് അല്ലാതെ വേറൊരാളെ ആലോചിക്കുകയാണെങ്കിൽ ജിസ് ആരെ ആലോചിക്കും, ആരെ സജസ്റ്റ് ചെയ്യും? ഇപ്പോഴത്തെ അവസ്ഥയിൽ സജസ്റ്റ് ചെയ്യുന്ന അല്ലുവിന്റെ ശബ്ദം എന്ന് പറയുന്നത്, പണ്ട് പറഞ്ഞത് ഞാൻ വെറുതെ ആളെ സജസ്റ്റ് ചെയ്യില്ല, വെറുതെ എന്തിനാ എന്റെ മണിയാളെ. ഇപ്പൊ കുറച്ചും കൂടി ഇരുത്തം വന്നുകൊണ്ടായിരിക്കും 2 മിനിറ്റ് പറയാം. അല്ല, പറയാന്നല്ല, 2 മിനിറ്റ് ആലോചിച്ചത്. ഞാനിങ്ങനെ കുറച്ച് ഒന്നുമില്ലെന്നേ, ഇത്രയും ഈ അല്ലുവിന്റെ എനർജി ഉള്ള ഒരാൾക്ക് ചെയ്യാവുന്ന. അല്ലു മാറിയോണ്ട് ഇപ്പം ഓപ്ഷൻസ് കൊടുക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അല്ലുവിന്റെ എനർജി ലെവലേ. അല്ലുവിന്റെ പ്രശ്നം വോയിസ് അല്ലല്ലോ. വോയിസിനേക്കാൾ കൂടുതൽ പുള്ളിയുടെ ബോഡി തരുന്ന എനർജി മാച്ച് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ 3 hours കൂടുതൽ ഡബ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു അല്ലുവിന് വേണ്ടിയിട്ട്. പറ്റില്ല, നമ്മൾ കുഴയും. 3 മണിക്കൂർ കൂടുതൽ പുള്ളിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഫഹദ് ഫാസിൽ ആവേശത്തിൽ അഭിനയിച്ചിരിക്കുന്ന എനർജിയില്ലേ, ആ എനർജിയിൽ ഫുൾ ഡേ ഡബ് ചെയ്ത് ആള് തട്ടിപ്പോവും, കുഴഞ്ഞു വീഴും നമ്മള്. അപ്പൊ അതുപോലത്തെ ഒരു എനർജി ഉള്ള ആർക്കും അല്ലുവിന്റെ വോയിസ് ആകാം. അപ്കമിങ് ഡബിംഗ് ആർട്ടിസ്റ്റുകളോട് ജിസ്റ്റോയ്ക്ക് പറയാനുള്ളത് എന്താണ്? അപ്കമിങ് ഡബിംഗ് ആർട്ടിസ്റ്റോട് പറയാറുള്ളത്, ഡബിങ്ങിനെ മാത്രം ഒരു പ്രൊഫഷനായിട്ട് കാണരുത്. ഡബിംഗ് നിങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കരുത്. അതിനെ ഒരു എക്സ്ട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ കുറെ കൂടെ റിയൽ സൗണ്ടിലേക്കും റിയലിസ്റ്റിക് സിനിമകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതേ ലാംഗ്വേജിൽ കാണാൻ തുടങ്ങി, അതേ ലാംഗ്വേജിൽ ആൾക്കാർ ആസ്വദിക്കാൻ തുടങ്ങി. മാത്രമല്ല ലൈവ് സൗണ്ട് കുറെ കൂടി ജനകീയമാകാൻ തുടങ്ങി, കുറെ കൂടെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ലൈവ് സൗണ്ട്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്, ലൈവ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന എന്താണോ അത് തന്നെ, അതിനകത്ത് ഡബ്ബിംഗ് ഇല്ല. പണ്ടത്തെ അത് മാറി. അപ്പം ഡബ്ബിംഗ് ഉപയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ. അതുകൊണ്ട് തന്നെ പണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ച ആൾക്കാരുണ്ട്. ഇനി അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴും മറ്റൊരു ജോലിയും കൂടെ വേണം. പിന്നെ കൂട്ടത്തിൽ പിന്നെ ശബ്ദ മനോഹാരിത, ശബ്ദ ഗാംഭീര്യത, ഇത്തരം സാധനങ്ങൾക്കൊന്നും ഇനി യാതൊരുവിധ പ്രസക്തിയുമില്ല. എത്രത്തോളം കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും അത്രത്തോളം. ഞങ്ങൾക്ക് ഡബിങ് തുടങ്ങിയ സമയത്ത് ക്ലാരിറ്റി വേണം. സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് അസോസിയേറ്റ്സ് പറയും, കുറച്ചുകൂടി ക്ലാരിറ്റി വേണം അവിടെ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ട്യൂൺ പോലെയൊക്കെ തോന്നുന്നു, അത് കുറച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ക്ലാരിറ്റിയിലല്ലോ അല്ലേ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ്, എനിക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ ഇഷ്ടപ്പെട്ട മലയാള സിനിമകളിൽ ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. അതില്
ഇവര് 3 പേരും കൂടെ അമ്മയെ വിളിക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ട്. അമ്മയെ വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ, അമ്മ വരില്ല. അങ്ങനെ ഇവർ തിരിച്ച് 3 പേരും കൂടെ ബ്രദേഴ്സ് ബാറിലിരുന്നാണ് ചർച്ച. മനസ്സിലായി. അപ്പൊ ഷൈൻ പറയുന്നതിന് തിരിച്ച് സൗബിൻ പറയുന്ന മറുപടി, ഡാ അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും പറയലടാ, നിന്നെ കൊണ്ടൊക്കെ കുറെ ഓടിയിട്ടുള്ളതാണ് ആ സ്ത്രീ, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൊന്നും പറയാൻ പാടില്ല. നീ ശ്രദ്ധിച്ച ആ സ്ത്രീ അടുത്ത് കൂടെ പോയപ്പോ ഒരു അമൃതാഞ്ജത്തിന്റെ മണമായിരുന്നടാ. ഈ ഡയലോഗ് നമുക്ക് പണ്ടത്തെ സിനിമയിൽ പറയാൻ പറ്റില്ല. പണ്ട് എങ്ങനെയായിരുന്നു, എടാ നീ അങ്ങനൊന്നും പറയരുത്, നീ അങ്ങനൊന്നും പറയല്ലേടാ, നിന്നെയും കൊണ്ടൊക്കെ ആ സ്ത്രീ ഒരുപാട് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സത്യമായിട്ടും അതേടാ, അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടതാ, നീ ശ്രദ്ധിച്ചായിരുന്നോ ആ സ്ത്രീ അടുത്ത് കൂടെ പോയപ്പോ, നമ്മുടെ അമ്മ അടുത്ത് കൂടെ പോയപ്പോ അമൃതാഞ്ജത്തിന്റെ പറയില്ല, എന്താണ് അമൃതാഞ്ജന്റെ മണമായിരുന്നടാ. അവിടുന്ന് സിനിമ മാറിയൊരു മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തൊരു മാറ്റം അത്, എന്തൊരു വെൽക്കമിങ് ആണത്. ഇനി ഗോവൻ കഥകളിലേക്ക് പോകുമ്പോഴാണ് നമ്മള് ജിസ്റ്റോയും ആസിഫ് അലിയും കൂടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവ കാണാൻ പോകുമ്പോ വിമാനത്തിൽ വൈക്ക് വെച്ച് നമ്മൾ കണ്ടായിരുന്നു. നിങ്ങളുടെ ഗോവൻ കഥകൾ എന്തൊക്കെയാണ്? അല്ല, ഗോവ കുറെ നാളിന് ശേഷം ഞാൻ ആസിഫും കൂടെ ഗോവയിൽ പോയിട്ട് ഒരു 8 വർഷം മറ്റുമായി, ഞാനും ആസിഫും കൂടെ പോയിട്ട്. ആസിഫിനെ ശരിക്കും ഗോവ തറവാട് പോലെയാണ്. കാരണം എന്തോരം സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കിളി പോയി ഷൂട്ട് ചെയ്തു, ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഷൂട്ട് ചെയ്തു, ഒത്തിരി പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ അറിയാത്ത റെസ്റ്റോറൻറ്റ്സോ ഒരു സംഗതി അവിടെ ഇല്ല, എല്ലാവരും അറിയാം. എന്ത് റെസ്റ്റോറന്റിൽ ഏത് ഫുഡ് കിട്ടും എന്നൊക്കെ അറിയാം. അപ്പൊ ആസിഫിന്റെ ഏറ്റവും രസകരമായ കാര്യം, ചെന്ന ഉടനെ പറഞ്ഞു, എടോ റൂം ഞാനുണ്ട്, ആസിഫുണ്ട്, ആസിഫിന്റെ മാനേജർ ഞങ്ങളുടെ സുഹൃത്ത് നവീനുണ്ട്, ആസിഫിന്റെ വൈഫും ഉണ്ട്. ചെന്നപാടെ പറഞ്ഞു, എടോ വേഗം ബാഗ് വെച്ചിട്ട് താഴെ കാണാം. അപ്പൊ ഞാൻ നേരെ ബാഗ് വെച്ച് താഴെ ചെല്ലുമ്പോൾ പുള്ളിക്കാർ 2 സ്കൂട്ടർ ഓർഡർ ചെയ്തിട്ട് 2 വണ്ടിയും താഴെ വന്നിട്ടുണ്ട്. ഫുൾ സ്കൂട്ടർ ആയിരുന്നു, 3 ദിവസം സ്കൂട്ടർ തന്നെയായിരുന്നു. അടിച്ച് പൊളിച്ച്, കാരണം ഇവിടെ അങ്ങനെ വെടിച്ച് കിടക്കുന്ന കാണാറില്ല. 2 വണ്ടി മറ്റേ ഫാസിനോ എന്ന് പറയുന്ന ട്രെൻഡ് അതാണല്ലോ, അതെടുത്ത് എല്ലായിടത്തും ആ വണ്ടി കൊണ്ടുപോയത്. ഫുൾ റെസ്റ്റോറൻറ്റ്സ്, ബീച്ച്, എല്ലായിടത്തും ഭയങ്കര അടിപൊളിയായിരുന്നു. സ്പോട്സ് ഏതാണ് നിങ്ങളുടെ? മലയാളികൾ വരുന്ന പല സ്പോട്സ് ഉണ്ട്, മലയാളികൾ എല്ലായിടത്തും വരുന്ന സ്പോട്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയും, ഇപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോ ഒരുപാട് സിനിമാക്കാരെ കണ്ടില്ലായിരുന്നു. അവരെല്ലാം എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു. ഞങ്ങൾ കുറെ കൂടെ ഇപ്പുറത്തെ വാഗ സൈഡൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ. ഗോവ എൻജോയ് ചെയ്തു. ഡയറക്ടർ ജിസ്റ്റോയുടെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണ്? ആസിഫ് അലി അഭിനയിക്കുന്ന ഒരു സിനിമ, അത് സഞ്ജയ് ബോബിയാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, പേരിട്ടിട്ടില്ല. പിന്നെ ഷംസുദ്ദീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 1983 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ സെൻട്രൽ പിക്ചേഴ്സിന്റെ ഒരു പടമുണ്ട്, അത് കുറച്ചും കൂടെ ഒരു ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ലേഡീസ് ആണ് മുൻനിരയെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു സ്റ്റോറി. ഈ 2 പടത്തിന്റെ എഴുത്താണ് പാരലലി നടക്കുന്നത്. അത് കൂടാതെയും മറ്റ് സിനിമകളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരു വെബ് സീരീസിന്റെ നടക്കുന്നുണ്ട്. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട്. അല്ല, ആസിഫ് അലി അല്ല, കാസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് രണ്ടുമാണ് പരിപാടിയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും അല്ലു അർജുന്റെ ശബ്ദത്തില് വിശ്വസ് കൊടുക്കാറുണ്ടോ? ഇപ്പൊ ആൾക്കാര് ആ ട്രെൻഡ്, ഫോണിൽ വിളിച്ചിട്ട് അല്ലു അർജുന്റെ സ്വരത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞ സ്കീം പോയി. ഇപ്പൊ കുറെ കൂടെ നമ്മള് ഈ ഇവന്റ്സിന് പോവില്ലേ, ഇപ്പൊ ഞാനിപ്പോ സൗദി പോയ സ്ഥലത്തെല്ലാം ഇവന്റ്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് റിക്വസ്റ്റ് ഇതാണ്, പ്രധാനപ്പെട്ട ഒരു 3 ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഡയലോഗ് കാണാതെ പഠിച്ചു വെച്ചിട്ട് പറയാന്നുള്ള നമുക്കറിയാം. മറ്റേത് അങ്ങനെയല്ല, മോന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാമോ, അപ്പൊ ഞാൻ അല്ലുവിന്റെ സ്വരത്തില് മോന് നിഹാൽ കുട്ട, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിഹാൽ കുട്ടന് അല്ലു അർജുന്റെ അങ്കിൾതായ മോനെ കിസ്സസ് തരികയാണ്, മോന് എല്ലാവിധ ആശംസകളും അർത്ഥം. ഇതിങ്ങനെ കുറെ ഉണ്ടായിരുന്നേ. മറ്റേ കുറെ സുഹൃത്തുക്കളും അല്ലുവിന്റെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് ഇവിടുന്നൊക്കെ കോൾ വരും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ഈസിയാണ് ആക്സസ് ചെയ്യാനായിട്ട്. നമുക്ക് അല്ലു അർജുന്റെ മല്ലു ശബ്ദം ജിസ്റ്റോയാണ്, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ പറ്റിക്കലല്ലേ ഈ കൊച്ചിനോട് ചെയ്യുന്നത്. വലുതായിട്ട് അല്ലുവിന്റെ ശരിക്കും കേൾക്കുമ്പോഴാണ് അല്ലു ജിസ്റ്റോയായിട്ട് നേരിട്ട് ഇതിനു മുമ്പേ ഒക്കെ നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ കോൺവെർസേഷൻ എന്തെങ്കിലും അല്ലുവിന്റെ എനിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്ടമുള്ളൊരു കാര്യം, ഇപ്രാവശ്യം വന്നപ്പോഴും പുള്ളി സ്റ്റേജിൽ സംസാരിച്ചിരുന്നു. ഞാനില്ലായിരുന്നെങ്കിലും നമ്മളെ കുറിച്ച് സംസാരിച്ചായിരുന്നു. പുള്ളിക്ക് ഇഷ്ടമാണ് മലയാളത്തില് ചെയ്യുന്നത്, മലയാളത്തിൽ ഡബ് ചെയ്യുന്നത് പുള്ളിക്ക് ഇഷ്ടമാണെന്ന് പുള്ളി പലയിടത്തും പറയാറുണ്ട്. മലയാളം ഡബിങ് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. പുള്ളി ബോംബെയിൽ മിക്സിംഗ് നടക്കുമ്പോൾ പുള്ളി ചെക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് മലയാളമാണ്. എല്ലാ ലാംഗ്വേജും പുള്ളി ചെക്ക് ചെയ്യാറില്ല. പക്ഷെ പുള്ളിയുടെ ഫേവറേറ്റ് സീൻസ് ഒക്കെ മലയാളത്തിൽ പുള്ളി കാണാറുണ്ട്, എങ്ങനെ വർക്കൗട്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പ്രധാനപ്പെട്ട സൗണ്ട് വർക്ക് ചെയ്യുന്ന 3 പേരും മലയാളികളാണ്.
ഇപ്പൊ റസൂൽ പൂക്കുട്ടി ആണെങ്കിലും അരുൺ വർമ്മയാണെങ്കിലും പിന്നെ രാജാകൃഷ്ണൻ ആണെങ്കിലും ഒക്കെ മലയാളീസാണ്. അല്ലു അർജുന് പുഷ്പയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിനെ പറ്റി അല്ലു അർജുന്റെ മല്ലു ശബ്ദം ആയ ജിസ്റ്റോയുടെ കമന്റ്. ഒരുപാട് സന്തോഷമുണ്ട്. അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയേറെ അല്ലു അർജുനാണ് പറയുന്നത്. ഇത് അല്ലു അർജുൻ പറയുന്നത്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്, അത്രയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടിയിട്ടുണ്ട്, അത്രയും ആളുകൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തേക്ക് അല്ല ഒരു സ്റ്റേറ്റിലേക്ക് ആദ്യമായി ആ നാഷണൽ അവാർഡ് കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. സൂപ്പർ. പാർട്ട് 3 ഓൾറെഡി അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ജിസ്റ്റായി എന്തെങ്കിലും കേട്ടോ? അത് ചെയ്തേ പറ്റുള്ളായിരിക്കും. കാരണം അറിയോ, ഈ പടം തീരുന്ന അങ്ങനെയാണ്. ആ പടം ഈ പുഷ്പ 2 വന്ന് അവസാനിക്കുന്നത് പാർട്ട് 3 നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഫ്രെയിമിലാണ് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം അതൊരു എന്താ പറയാ ഇനി പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലു ഉറപ്പായിട്ടും ഇനി മറ്റ് 1-2 സിനിമകൾ ചെയ്തിട്ട് ഇതിലേക്ക് വരണം, പുഷ്പ 3ലേക്ക് പോകണം. കാരണം അതല്ലെങ്കിൽ വീണ്ടും ഒരുപാട് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ പുഷ്പരാജ് അല്ലാത്ത അല്ലുവിനെ നമ്മൾ കാണണമല്ലോ. കറക്റ്റ്. അതെ. ഇനി നമ്മൾ ഫാഫയിലേക്ക് വരാം. ഫാഫ ഞെട്ടിച്ചു, ഫാഫ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. എന്താണ് ഫാഫ മാജിക്, എന്തൊക്കെയാണ് പുഷ്പ 2? ഫഹദ് ഫാസില് വളരെ എന്താ പറയാ, ഫഹദിനെ എനിക്ക് സിനിമയില് ഫഹദ് അഭിനയിച്ച് കയ്യെത്തും ദൂരത്തും എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോ മുതലാണ് ഫഹദിനെ എനിക്ക് പേഴ്സണലി പരിചയം. ഞങ്ങൾ ഷാനു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റോഷൻ ആൻഡ്രൂസും ഞാനും ജയസൂര്യയും VK പ്രകാശ് അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. നമ്മൾ റോഷന്റെ വീടിന്റെ അടുത്ത് ഫോർട്ട് കൊച്ചിയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കൂടുമായിരുന്നു. അതിൽ വന്നുകൊണ്ടിരുന്ന അങ്ങനെയാണ് ഫഹദിനെ എനിക്ക് ആദ്യം പരിചയം. വളരെ നാണം കുണുങ്ങിയായിട്ടുള്ള, ഒന്നും സംസാരിക്കാതെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു പയ്യൻ. ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്. വെൽ ഡ്രസ്ഡ്, ഭയങ്കര ഹിന്ദി സ്റ്റൈലിലാണ് പുള്ളി അന്നും ഡ്രസ് ചെയ്യുന്നത്. അന്നുള്ള പരിചയമാണ്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഫഹദിന്റെ പെർഫോമൻസിൽ ഞെട്ടുന്നത് ചാപ്പാ കുരിശ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ്. ഞാൻ എറണാകുളത്ത് കൂടെ ആ സിനിമ കണ്ടിട്ട് പോകുമ്പോൾ ഫഹദ് ഒബറോൺ മോളിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് ഹൈവേയിലേക്ക് നടക്കുന്നു. അപ്പൊ ഞാൻ നേരെ സർവീസ് റോഡിലേക്ക് വണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മച്ചാനെ നീ പൊളിച്ചല്ലോ എന്നപ്പോൾ, മച്ചാനെ നീ എവിടെ, ഒരുപാട് നാൾ കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഞാനൊരു ആഡ് ഫിലിം കമ്പനി തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ആഡ് ഫിലിം കമ്പനിക്ക് ആദ്യം പേരിട്ട ആള് പുള്ളിയാണ്. ഫഹദിന്റെ എല്ലാ സ്റ്റേജുകളും കണ്ടിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ നടുങ്ങിപ്പോയി. ഫഹദിന്റെ, എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് ഓവർ ദ ടോപ്പ് ആയിട്ട് ആൾക്കാർക്ക് തോന്നാം, അങ്ങനെ തോന്നിയാലും തെറ്റില്ല എന്ന് ഞാൻ പറയണം. കാരണം ഈ പുഷ്പ 2 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി. കാരണം നമ്മൾ അതിലൊട്ടും എക്സാജറേഷൻ ഇല്ലാത്തത്, നമ്മൾ ആവേശം പോലത്തെ പടങ്ങൾ കണ്ടപ്പോൾ നമുക്ക് അറിയാം പുള്ളി ഏത് ലെവലിലാണ് പെർഫോം ചെയ്യാന്നുള്ളത്. ഇത് ആ മീറ്ററിലാണ് പുള്ളി ഉടനീളം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ചില സീൻസൊക്കെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ റിപ്പീറ്റ് ഒന്നും കൂടി ഇടുമെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് ഈ പടത്തിന് ഇന്റർവെൽ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സീനുണ്ട്, ഒരു മാസ് സീനുണ്ട്, ഫഹദും അല്ലു അർജുനും കൂടെയുള്ള. റാഫി ഒട്ടും എക്സാജറേഷൻ ഇല്ല, ഒരു 1500 പേരെങ്കിലും മിനിമം ആ ഫ്രെയിമിലുണ്ട്. 1500 മിനിമം ഞാൻ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഇന്റർവെൽ സീക്വൻസ് ആണ്. അല്ലും പുള്ളിയും കൂടിയിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇവർ രണ്ടുപേരുമാണല്ലോ. ആ സീനിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഈ നാണം കുണുങ്ങിയായിട്ടുള്ള ഈ ഫഹദാണോ ഈ അഭിനയിച്ചിരിക്കുന്നത്? അന്നത്തെ ഷാനുവിന് നമ്മൾ പറയാം വേറൊരു ജന്മമാണ് ഇപ്പൊ ഇദ്ദേഹം ജീവിക്കുന്നത് തോന്നിപ്പോവും. സത്യമായിട്ട് പറയാണ്, ആ ഷാനുവിനെ നമുക്ക് അറിയാവുന്നവർക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇയാളാണ് ഇതെന്നുള്ളത്. അങ്ങനെ കാരണം മറ്റൊരു ലാംഗ്വേജാണ് പറയുന്നത്, തെലുങ്കിലാണ് അഭിനയിക്കുന്നത്, മലയാളത്തിലല്ല. അപ്പൊ ഇത്രയും പേര് നിൽക്കുമ്പോൾ അതൊന്നും ബോധർ ചെയ്യാതെ പുള്ളി അല്ലുവിന്റെ ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് എന്റെ ഇന്റർവെല്ല്. ഫഹദിന്റെ ഒറിജിനൽ സൗണ്ടിൽ കേട്ടു, ഫഹദിന്റെ ഒറിജിനൽ സൗണ്ടല്ല കേൾക്കുന്നത്, ഡബ് ചെയ്യുമ്പോൾ ഒറിജിനൽ സൗണ്ടല്ല കേൾക്കുന്നത്. ഫഹദ് ഫാസിൽ ഈസ് പൊളി, വൻ പൊളി. അല്ലു അർജുന്റെ മല്ലു ശബ്ദം ഇന്റർനാഷണൽ ആവട്ടെ, പടം മൊത്തത്തിൽ ഇന്റർനാഷണൽ ആവട്ടെ, മൊത്തത്തിൽ വിജയിക്കട്ടെ, എല്ലാ പടത്തിലും വർക്ക് ചെയ്ത് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. താങ്ക് യു ജിസായ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ റാഫി.